കേടെക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഡയോഡിന്റെ പ്രവർത്തനം വിശദമായി നമുക്ക് പരിശോധിക്കാം. ഡയോഡിനെ കമ്പോണന്റ് ലിസ്റ്റിൽ നിന്ന് പേജിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഒരു AC പവർ കമ്പോണന്റ് കൂടി പേജിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുന്നു. ഇത് ഒരു AC പവർ കമ്പോണന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പോളുകളിൽ പോസിറ്റീവ് നെഗറ്റീവ് പോളുകളായി മാറ്റം സംഭവിക്കും. അതായത് മൗസ് സൂചിപ്പിച്ചിരിക്കുന്ന പോയിന്റ് പോസിറ്റീവ് ചാർജുള്ള പോളാകാം, അല്പസമയത്തിന് ശേഷം അത് നെഗറ്റീവ് ചാർജുള്ള പോളായി ആൾട്ടർനേറ്റ് ചെയ്യാം. ഇത്തരത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളിലേക്ക് ആൾട്ടർനേറ്റ് ചെയ്യുന്ന ആൾട്ടർനേറ്റീവ് കറണ്ടാണ് ഇവിടെ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡയോഡുമായി കണക്ട് ചെയ്യുമ്പോൾ മൗസ് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതിനെ ഡയോഡുമായി ബന്ധിപ്പിക്കാം. ഡയോഡുമായി കണക്ട് ചെയ്യുമ്പോൾ പോൾ പോസിറ്റീവ് ചാർജ് ഉള്ളതായിരിക്കുമ്പോൾ ഡയോഡിന്റെ പോസിറ്റീവ് പോളുമായി അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇലക്ട്രോൺ പ്രവാഹം സാധ്യമാകുന്നതായി നമുക്ക് കാണാം. എന്നാൽ പോൾ നെഗറ്റീവ് ചാർജ് ഉള്ളതാകുമ്പോൾ അത് ഡയോഡിന്റെ പോസിറ്റീവ് പോളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഡയോഡ് റിവേഴ്സ് ബയാസിംഗിലാകുന്നതും അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ പ്രവാഹം തടസ്സപ്പെടുന്നതും നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു ഡയോഡ് തന്നെ തുടർച്ചയായി ഫോർവേഡ് റിവേഴ്സ് ബയസിംഗിൽ പ്രവർത്തിക്കുന്ന രീതിയാണ് ഇവിടെ സംഭവിക്കുക. വിശദമായി പരിശോധിച്ചാൽ ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ ഡയോഡ് ഫോർവേഡ് ബയസിംഗിലായിരിക്കുമ്പോൾ വൈദ്യുതി പ്രവാഹം അനുവദിക്കുന്നു. എന്നാൽ തുടർന്ന് റിവേഴ്സ് ബയസിംഗിലേക്ക് ഡയോഡ് മാറ്റപ്പെടുമ്പോൾ, അതായത് അതിലേക്ക് നെഗറ്റീവ് പോളുമായി കണക്ട് ചെയ്യപ്പെടുമ്പോൾ വൈദ്യുത പ്രവാഹം തടസ്സപ്പെടുകയും ആ ഭാഗത്തേക്കുള്ള വൈദ്യുതി കട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് വീണ്ടും ഫോർവേഡ് ബയസിംഗിലാകുന്നു, വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ നെഗറ്റീവ് അഥവാ റിവേഴ്സ് ബയസിംഗിലേക്ക് ഡയോഡ് മാറ്റപ്പെടുകയും വൈദ്യുതി പ്രവാഹം വീണ്ടും തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇപ്രകാരം ചെയ്യുന്നത് മൂലം പോസിറ്റീവ് ചാർജ് മാത്രമുള്ളതും ഇടവിട്ടുള്ളതുമായിട്ടുള്ള കറണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. മറ്റൊരു സർക്യൂട്ടിനെ കുറിച്ച് നമുക്ക് രണ്ട് ഡയോഡുകളാണ് പേജിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുന്നത്. ഐറ്റം എഡിറ്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയോഡിൽ ഒന്നിന്റെ ഓറിയന്റേഷൻ തിരിക്കുകയാണ് 180 ഡിഗ്രി. അതിനുശേഷം ഇതിനെ ഒരു AC പവർ കമ്പണന്റുമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധിപ്പിക്കുന്നു. ഡയോഡുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നു. അവയെ AC കമ്പണന്റിന്റെ ഒരു പോളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം രണ്ട് റെസിസ്റ്ററുകൾ ഈ സർക്യൂട്ടിനുള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇവ ഡയോഡിനെ റെസിസ്റ്ററുമായി ബന്ധിപ്പിക്കുന്നു. അതിനുശേഷം ഇവ പരസ്പരം ബന്ധിപ്പിക്കുകയും ആ സർക്യൂട്ടിലേക്ക് AC-യുടെ മറുപോൾ ബന്ധിക്കുകയും ചെയ്യുന്നു. ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണ്? മൗസ് സൂചിപ്പിച്ചിരിക്കുന്ന AC കറണ്ടിന്റെ പോളിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കുമ്പോൾ ചിത്രത്തിൽ കാണുന്ന AC കറണ്ടിന്റെ ഈ പോൾ സർക്യൂട്ടുമായി ബന്ധപ്പെടുമ്പോൾ രണ്ട് ഡയോഡുകളാണ് വൈദ്യുതി പ്രവാഹം സാധ്യമാക്കുന്നത്. എന്നാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളപ്പോൾ ഈ ഡയോഡ്, മൗസ് സൂചിപ്പിച്ചിരിക്കുന്ന ഈ ഡയോഡ് ഫോർവേഡ് ബയസിംഗിലാവുകയും വൈദ്യുതി പ്രവാഹം സാധ്യമാക്കുകയും ചെയ്യുന്നു. എന്നാൽ പവർ നെഗറ്റീവ് പോളിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ഈ ഡയോഡ് റിവേഴ്സ് ബയാസിംഗിലാവുന്നു. അതേസമയം ഈ ഡയോഡ് ഫോർവേഡ് ബയാസിംഗിലാവുകയും വൈദ്യുതി പ്രവാഹം സാധ്യമാക്കുകയും ചെയ്യുന്നു. അതായത് നെഗറ്റീവ് പോസിറ്റീവ് പോളുകൾ മാറുന്നതിനനുസരിച്ച് യഥാക്രമം ഇത് ഓരോ ഡയോഡും ഫോർവേഡ് റിവേഴ്സ് ബയാസിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തുടർച്ചയായിട്ടുള്ള വൈദ്യുതി പ്രവാഹം സാധ്യമാക്കുന്നു. ഈ പ്രക്രിയയാണ് നാം ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുക.
സോഫ്റ്റ്വെയറിൽ ടെക്സ്റ്റ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. മെനു ബാറിൽ മൗസ് സൂചിപ്പിച്ചിരിക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. പേര് രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പ്രത്യക്ഷപ്പെടുന്ന ജാലകത്തിൽ പേര് ടൈപ്പ് ചെയ്യുക. ഒന്നാമത്തെ സർക്യൂട്ട് ഹാഫ് വേവ് റെക്ടിഫിക്കേഷന് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഹാഫ് വേവ് എന്ന് അതിന് പേര് നൽകി. ഇപ്രകാരം പേര് നൽകിയ ശേഷം ടെക്സ്റ്റിനെ ഉചിതമായ സ്ഥാനത്തേക്ക് മൗസ് ഉപയോഗിച്ച് പൊസിഷൻ ചെയ്യാവുന്നതാണ്. ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് സർക്യൂട്ടുകളുടെ ഗ്രാഫ് പരിശോധിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒന്നാമത്തെ സർക്യൂട്ടിലേക്ക് കമ്പോണന്റ് ലിസ്റ്റിൽ നിന്ന് വോൾട്ടേജ് പ്രോബ് കണക്ട് ചെയ്യുന്നു. തുടർന്ന് ചുവടെ ഓസിലോസ്കോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രാഫ് ദൃശ്യമാകുന്നുണ്ട്. ഗ്രാഫിൽ കാണാം ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് പ്രോബ് കണക്ട് ചെയ്യുന്നു. ഓറിയന്റേഷൻ ടൂൾ ഉപയോഗിച്ച് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത ശേഷം സർക്യൂട്ടുമായി അതിനെ ബന്ധിപ്പിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ ഗ്രാഫ് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഫുൾ വേവ് റെക്ടിഫിക്കേഷന് ഉദാഹരണമാണ്. അത് തുടർച്ചയായിട്ടുള്ള ഒറ്റ ദിശയിലുള്ള കറണ്ടാണ് അവിടെ നിന്ന് പ്രവഹിക്കപ്പെടുക. എന്നാൽ ആദ്യത്തെ ഗ്രാഫിലാണെങ്കിൽ ഇടവിട്ടുള്ളതാണ്. ഇടവിട്ടുള്ള കറണ്ടുകളാണ് അവിടെ ഉണ്ടാവുക.